ഒന്നാമത്തേത്, ഏത് നല്ല കാര്യം തുടങ്ങിയ, ഭക്ഷണം കഴിക്കലാവട്ടെ, വാഹനത്തിൽ കയറലാവട്ടെ, വസ്ത്രം ധരിക്കലാവട്ടെ, എന്ത് നല്ല കാര്യം ചെയ്താലും പറയണമെന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പൂർണ്ണമായിട്ടും അതങ്ങോട്ട് പറയുക. എനിക്ക് അവിടെ പോകണം, എനിക്ക് ഇവിടെ പോകണം എന്നൊക്കെ നമ്മൾ ഭാവി കാര്യത്തിലേക്ക് നമ്മൾ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കും എന്ത് പറയണം? ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാൻ അവിടെ വരും. ഒരാൾ നമ്മളെ പുകഴ്ത്തുമ്പോൾ നമ്മൾ എന്ത് പറയണം? സുബ്ഹാനല്ലാഹ്. ഒരാളെ അഭിനന്ദിക്കുകയാണെങ്കിൽ അപ്പൊ പറയുന്നത് എന്താ? മാഷാ അല്ലാഹ് എന്ന് പറയും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, കടയിൽ നിന്ന് ഇറങ്ങുന്നു, അപ്പൊ എന്ത് പറയണം? ഫീ അമാനില്ല, അല്ലാഹുവിന്റെ കാവൽ. പ്രശ്നത്തിന് പരിഹാരം തേടി നമ്മൾ ഇറങ്ങുന്നു. ഇപ്പോൾ പഞ്ചായത്തിലേക്ക് പോകുന്നു, കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് പറയണം? തവക്കൽതു അലല്ലാഹ്. ദോഷവാർത്ത അറിഞ്ഞാൽ എന്ത് പറയണം? തബാറകല്ലാഹ്. ആ നല്ല കാര്യത്തിന് ശേഷവും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തു പോയാൽ, തെറ്റ് നമ്മൾ കണ്ടാൽ, തെറ്റ് നമ്മൾ കേട്ടാൽ പറയണം അസ്തഗ്ഫിറുല്ലാഹ്. എന്തെങ്കിലും ഒരു അനുഗ്രഹം നമ്മൾ കണ്ടാൽ, ഉദാഹരണം നമ്മൾ ധരിച്ചിരിക്കുന്ന വാച്ച്, നമ്മുടെ ഫോണ്, അപ്പൊ നമുക്ക് അല്ലാഹു തആല തന്നിട്ടുള്ള നിഅമത്ത്, അനുഗ്രഹങ്ങൾ കാണുമ്പോൾ എന്ത് പറയണം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പേപ്പർ എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബുക്ക് ഉണ്ടല്ലോ, ആ ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ എഴുതി വെക്കാം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഒക്കെ വാക്കുകൾ ഏതൊക്കെ സമയത്ത് പറയണമെന്ന് മനസ്സിലാക്കി നമ്മൾ അതുപോലെ പറയുക. നമ്മുടെ ശരീരം നന്നാക്കുക, നമ്മുടെ മനസ്സ് നന്നാക്കുക, ആരെ പറ്റി ഒരു മോശം ചിന്തിക്കേണ്ട. അതുപോലെ തന്നെ നാവ് നന്നാക്കുക, നമ്മുടെ ചിന്തകൾ നന്നാക്കുക, ഇബാദത്തുകൾ കൃത്യമാക്കുക, നല്ലവണ്ണം ദ്വാരക്കുക, ഒരുപാട് ഇസ്തിഗ്ഫാർ പറയുക, അതുപോലെ തന്നെ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം നമുക്കും വേണ്ട. എല്ലാവർക്കും ഖൈർ ഉണ്ടാവാൻ വേണ്ടി ദ്വാര